Hello everyone, welcome back to my channel Jasras Engineering Max. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിറ്റിംഗ് ഓഫ് എ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അതിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനാണ് വരുന്നത്. സോ ലെറ്റ്സ് ഡയറക്റ്റ്ലി മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻ. ഫിറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ഏകദേശം ഈ ഒരു മോഡലിലായിരിക്കും ഉണ്ടാവും. ഫിറ്റ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോർ ദ ഫോളോയിങ് ഡേറ്റ. അതിൽ കുറേ എക്സ് വാല്യൂസ് തന്നിട്ടുണ്ടാവും, അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയും തന്നിട്ടുണ്ടാവും. ഫിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന വാല്യൂസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആക്കിയിട്ട് ഡിഫൈൻ ചെയ്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. സോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റേഴ്സ് എൻ, പി ആൻഡ് ക്യൂ ആണ്. അതിൽ ഏതൊക്കെ വാല്യൂസ് നമുക്ക് അറിയാമെന്ന് നോക്കണം, ഇനി ഏതൊക്കെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണമെന്നും നോക്കണം. സോ ഇവിടെ എക്സിൻ്റെ ഹയസ്റ്റ് വാല്യൂ 6, അതായത് 0 to 6 ആണ് വാല്യൂസ്. സോ നമ്പർ ഓഫ് ട്രയൽസ് വിൽ ബി 6. സോ n is equal to 6 എന്ന് എടുക്കാം. ഇനി അടുത്ത പാരാമീറ്റർ ഇസ് പി. പിൻ്റെ വാല്യൂ നമുക്കറിയില്ല. ആൻഡ് ദ അതർ പാരാമീറ്റർ ഇസ് ക്യൂ. അതും നമുക്കറിയില്ല. പിയോ ക്യൂ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി മറ്റേത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇത് രണ്ടും അറിയില്ല. സോ നമ്മുടെ എയിം എൻ പി ക്യൂ കണ്ടുപിടിക്കാം. എൻ പി ക്യൂ കണ്ടുപിടിക്കാൻ നമുക്കറിയാം മീൻ ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് എൻ പി ആൻഡ് വേരിയൻസ് ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് എൻ പി ക്യൂ. ഇതിൽ എൻ നമുക്കറിയാം. സോ മീനിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയാൽ വി ക്യാൻ ഇക്വേറ്റ് ഇറ്റ് ടു എൻ പി ആൻഡ് ഫൈൻഡ് പി. സോ അതാണ് നമ്മുടെ പ്രൊസീജിയർ. ഫൈൻഡ് ദ മീൻ ഓഫ് ദ ഗിവൻ ഡേറ്റ. മീൻ കണ്ടുപിടിക്കാൻ mean is summation of xi fi divided by summation fi. ഇതാണ് മീനിൻ്റെ ഇക്വേഷൻ when frequency is given. സോ നമുക്ക് ടേബിൾ ഉണ്ടാക്കി എക്സിനെയും എഫിനെയും മൾട്ടിപ്ലൈ ചെയ്യുക, സമ്മേഷൻ ഓഫ് ഫ്രീക്വൻസി കാണാം. ഇവിടെ ഞാനൊരു ടേബിൾ ഉണ്ടാക്കാൻ പോവാണ് വിത്ത് എക്സ് f, the given frequencies x are the observed frequencies f. Then we want xf വേണം. സോ xf ആ രണ്ട് കോളംസ് അവിടെ നിൽക്കട്ടെ. നമുക്ക് പ്രൊസീജിയർ അനുസരിച്ച് പോകുന്ന സമയത്ത് ആ കോളംസിൽ എന്താ ഫില്ല് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. സോ എക്സിൻ്റെ വാല്യൂ 0, 1, 2, 3, 4, 5 and 6. Corresponding frequencies are 13, 25, 52, 58, 32, 16 and 4. അടുത്ത ടേബിൾ ഇസ് XF. നമുക്ക് മീൻ കണ്ടുപിടിക്കാൻ സമ്മേഷൻ ഓഫ് XF വേണം. സോ XF മൾട്ടിപ്ലൈ ചെയ്യാം. 25, 104, 174, 128, 80, 24. ഇതാണ് കറസ്പോണ്ടിങ് എക്സ് ആൻഡ് എഫ് മൾട്ടിപ്ലൈ ചെയ്ത്. 0 into 13 is 0, 1 into 25 25, 2 into 52 is 104, 3 into 58 is 174, 4 into 32 is 128, 5 into 16 is 80 and 6 into 4 is 24. മീൻ കണ്ടുപിടിക്കാൻ സമ്മേഷൻ എക്സ് എഫ് ആണ്. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ സമ്മേഷൻ ഓഫ് എക്സ് എഫ്. ദാറ്റ് ഇസ് 535. ഈ ഫുൾ കോളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 535 കിട്ടും. ഡിനോമിനേറ്റർ സമ്മേഷൻ എഫ് ആണുള്ളത്. സമ്മേഷൻ എഫും കണ്ടുപിടിക്കുക. ദാറ്റ് ഇസ് 200. സോ മീൻ ഇസ് 535 by 200, which is 2.675. നമുക്ക് ഫോർ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ ഇസ് എൻ പി, വിച്ച് ഇസ് ഇപ്പോൾ കിട്ടിയത് 2.675. ഇത് രണ്ടും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. സോ വിൽ ഫൈൻഡ് പി. 2.675 divided by n, and it's 6.445.
P plus Q is 1, which implies Q is equal to 1 minus 0.445. That is 0.554. So NPQ കിട്ടി. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് P of x നെ ഡിഫൈൻ ചെയ്യുകയാണ്. So P of x is NCX. NCX P raised to x cube. P raised to x q raised to n minus 6.554 raised to n minus, that is 6 minus x. So ഇതാണ് നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ. ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷനിൽ എക്സ് വാല്യൂസ് മാത്രം നമുക്ക് അറിയാത്തത്. സോ നമ്മൾ എക്സ് വാല്യൂസും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഓരോ കേസിലുള്ള പ്രോബബിലിറ്റി കണ്ടു. അതായത് ഈ ഇക്വേഷനിൽ എക്സിന് 0 ഇട്ട് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ പ്രോബബിലിറ്റി ഫോർ ഗെറ്റിംഗ് എക്സ് 0. ഇതേ ഇക്വേഷനിൽ എക്സ് ഈക്വൽ ടു 1 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഈക്വൽ ടു 1ലുള്ള പ്രോബബിലിറ്റി കിട്ടും. അങ്ങനെ ഓരോ കേസിലും ഉണ്ടാകുന്ന പ്രോബബിലിറ്റീസ് നമ്മൾ കണ്ടുപിടിക്കും. ഫസ്റ്റ് കേസിൽ ദ ആൻസർ ഇസ് 0.029. When x is given as 1, the answer is 0.139. When x is equal to 2, P of x is 0.280. For x is equal to 3, 0.300. For x is equal to 4, 0.181. When x is equal to 5, 0.058. And finally, when x is equal to 6, 0.0077. ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് പ്രോബബിലിറ്റിയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തിയററ്റിക്കൽ ഫ്രീക്വൻസിയാണ്. തിയററ്റിക്കൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ക്യാപിറ്റൽ എൻ, ദാറ്റ് ഇസ് സമ്മേഷൻ ഓഫ് ഫ്രീക്വൻസി, അതാണ് ക്യാപിറ്റൽ എൻ, എൻ ഇൻറ്റു ദ പ്രോബബിലിറ്റി. Here n is 200. So 200 into 0.029 is 5.8. 200 into 0.139 is 27.8. 200 into 0.280 is 56. 60, 36.2. 200 into 0.058 is 11.6, and 200 into 0.0077 is 1.54. ഇനി ഇതൊക്കെ റൗണ്ട് ചെയ്യണം, കാരണം നമ്പേഴ്സ് ഒരിക്കലും ഡെസിമൽ പ്ലേസസ് ഉണ്ടാവില്ല. സോ റൗണ്ട് ചെയ്യുക ആൻഡ് മേക്ക് ദ സം ടോട്ടൽ സം ആസ് 200. 5.8 will become 6, 27.8 will become 28. 56 is 56 itself, 60 is 60 itself, 36.2 is 36, that other 11.6 is 12, this is 2. Sum that is 200. So ഇത്രയാണ് ഫിറ്റിംഗ് ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആവുന്ന സമയത്ത് ഒരു ചേഞ്ച് വരിക. ഇവിടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യേണ്ടത് മീൻ ഇസ് ഈക്വൽ ടു എൻ പി എന്ന് പകരം മീൻ ഇസ് ഈക്വൽ ടു ലാംഡ. ലാംഡൻ്റെ വാല്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവും. പിന്നെ ചേഞ്ച് വരിക പി ഓഫ് എക്സിൻ്റെ ഇക്വേഷനിലായിരിക്കും. ഈ ഇക്വേഷന് പകരം ഈ റേസ് ടു മൈനസ് ലാംഡ, ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. അത്രയും ചേഞ്ച് വരുന്നുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. ഇതാണ് ഫിറ്റിംഗ്. നമുക്കിനി അടുത്ത പ്രോബ്ലത്തിലേക്ക് എടുക്കാം, വിച്ച് ഇസ് ദ ഫിറ്റിംഗ് ഓഫ് എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. ദിസ് ഇസ് വെരി മച്ച് സിമിലർ ടു ദ പ്രീവിയസ് പ്രോബ്ലം ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. സോ ഇവിടെ നമുക്ക് കുറേ എക്സ് വാല്യൂസും അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും തന്നിട്ടുണ്ട്. നമ്മളോട് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിട്ടുള്ളത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റേഴ്സ് നോക്കാം. ലാംഡയാണ് പാരാമീറ്റർ, വിച്ച് ഇസ് ഓൾസോ ദ മീൻ ഓഫ് ദ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. സോ ഇവിടെ നമുക്ക് മീൻ ആണ് കാണേണ്ടത്. മീൻ കാണാനുള്ള ഇക്വേഷൻ സമ്മേഷൻ എക്സ് എഫ് ഡിവൈഡഡ് ബൈ സമ്മേഷൻ എഫ്. സോ ഫസ്റ്റ് പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ഒരു ടേബിൾ ഉണ്ടാക്കാം. എക്സ് ഫ്രീക്വൻസി എഫ്, മൾട്ടിപ്പിൾ ഓഫ് എക്സ് ആൻഡ് എഫ്
which is required for the calculation of mean. പിന്നെ p of x കണ്ടുപിടിക്കുക. Then multiply it with capital N, which is also equal to the summation of f. So I have filled the values of x and the corresponding frequencies. അടുത്ത സ്റ്റെപ്പ് എക്സും എഫും മൾട്ടിപ്ലൈ ചെയ്യുക. 0 into 142 is 0, 1 into 156 is 156, 69 into 2 is 128, 27 into 3 is 81, 4 5s are 20, 5 1s are 5. അടുത്ത സ്റ്റെപ്പ് സമ്മേഷൻ ഓഫ് എക്സ് എഫ് കാണാം, which will be 400. Summation of f കണ്ടാലും this will also be equal to 400. ഈ ഒരു കേസിൽ രണ്ട് ഈക്വൽ ആയി വന്നു എന്നുള്ളൂ. സോ ഹിയർ നമുക്ക് 400/400 ആണ് ചെയ്യേണ്ടത്, which is equal to 1. For Poisson distribution, mean is lambda, which is equal to 1. സോ നമുക്ക് ഇവിടെ പാരാമീറ്റർ ഡയറക്റ്റ് കിട്ടി. പാരാമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ we'll define the probability function p of x, which is e raised to minus lambda raised to x by x factorial. That is e raised to minus 1 to the power x by x factorial. ഇനി p of x കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സിന് ഓരോ വാല്യൂസ് കൊടുക്കാം. എക്സിന് 0 കൊടുക്കാം, 1 കൊടുക്കണം, 2 3 4 5 അങ്ങനെ ഓരോ വാല്യൂസും കൊടുക്കുന്ന സമയത്ത് കറസ്പോണ്ടിങ് p of x കണ്ടുപിടിക്കാം. When giving x is equal to 1, e raised to minus 1 raised to 0 by 0 factorial is 0.368. When x is equal to 1, e raised to minus 1 to the power 1 by 1 factorial. അതും 0.368. When x is equal to 2, e raised to minus 1 raised to 2 by 2 factorial. That is 0.184. When x is equal to 3, e raised to minus 1 cube divided by 3 factorial. That is 0.061. When x is equal to 4, 0.015. And when x is equal to 5, 0.0031. So p of x in a value kitty, multiplying it with capital N, which is 400. Summation of f, which is 400, we will get the theoretical frequency. First value is 147.2, second value also is 147. Aduthathu 73.6, 400 into 0.061 is 24.4, 0.015 into 400 is 6, 0031 into 400 is 1.24. ഈ എല്ലാ വാല്യൂസും റൗണ്ട് ചെയ്യുക. So 147.2 will become 147, 73.6 will become 74, 24.4 I can round it as 25, the 1.24 1. So ഇങ്ങനെ റൗണ്ട് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 400 വരുന്നുണ്ട്. ഇത് 24.4 ആക്കിയിട്ട് റൗണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 399 വരുന്നുള്ളൂ. സോ റൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇത് ടോട്ടൽ 400 വരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത്രയാണ് ഫിറ്റിങ്ങിൽ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ദ നെക്സ്റ്റ് വീഡിയോ വിൽ ബി അബൌട്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെയും വീഡിയോസ് ഇതിന് മുൻപ് പ്രൊവൈഡ് ചെയ്തിരുന്നു. അത് കാണാത്തവർ ഡു വാച്ച്. The link is provided in the description box below. If you have any doubts, feel free to contact me using Facebook, Instagram or YouTube. So that's all for today. Thank you.